ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ S&P 500, നാസ്ഡാക്ക് ഈ രണ്ട് ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസും റസൽ 2000 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ചിപ്പ് മേക്കിംഗ് കമ്പനികൾ NVIDIA, AMD, ബ്രോഡ്കോം ഈ കമ്പനികളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.31 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം നാളെ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. മറ്റന്നാൾ ആമസോണിൻ്റെയും ആപ്പിളിൻ്റെയും Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ടെക്നോളജി സ്റ്റോക്കുകൾ നമ്മൾ അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം US ഫെഡിൻ്റെ പോളിസി മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. നാളെയാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, ഐഫോൺ സെയിൽസ് സംബന്ധിച്ച് ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് Q2, അതായത് അമേരിക്കയിലത്തെ Q2 ജൂണിൽ എൻഡ് ചെയ്ത Q2 ഇന്ത്യയിൽ നിന്നുള്ള ഐഫോണുകളാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളൊരു കാര്യമാണ്. 44% ഐഫോണുകൾ അമേരിക്കയിൽ വിറ്റ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. 30% വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. 25% ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഇന്ത്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പം നമ്മൾ മറ്റ് മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഇന്നലെ വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ചൈന, ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ നമ്മൾ വീക്കായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു ബെറ്റർ സെൻറ്റിമെൻറ്റ് കാണിച്ചിരുന്നു. ഇൻ ബിറ്റ്വീൻ വീണ്ടും നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കണ്ടത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു ഫാള് തന്നെയാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. 24,700 ബ്രേക്ക് ചെയ്ത് 24,650 ലെവലിലേക്കാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫർദർ സെൽ ഓഫ് വരികയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെ 24,400 ലെവലിലേക്കൊക്കെ നിഫ്റ്റി താഴാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ താഴെ വന്നിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന $3,320 പെർ ഔൺസിനാണ്. ഒരവസരത്തിൽ $3,307 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. സിൽവർ ഓൾമോസ്റ്റ് സ്റ്റഡിയാണ്. അതേസമയം മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് ചൈനയിൽ സോഷ്യൽ സ്പെൻഡിങ്, അതായത് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള സ്കീമുകളുടെ സ്പെൻഡിങ് 20 വർഷത്തിലെ ടോപ്പ് ലെവലിൽ എത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള മെഷേഴ്സാണ് വീണ്ടും അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കൺസംഷൻ കൂട്ടാനാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് കപ്പിൾസിൻ്റെ ബർത്ത് റേറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ചൈനയിൽ കൺസംഷൻ കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നുള്ള റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ഡെവലപ്മെൻറ്റിന് എല്ലാവരും ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കുന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഗ്ലോബൽ ഗ്രോത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഓവറോൾ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് കൺസംഷനെ കൂട്ടും. ചൈനീസ് കൺസംഷൻ കൂടുമ്പോൾ അത് തീർച്ചയായിട്ടും ഗ്ലോബലി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും നമ്മുടെ അവിടെ സെല്ലേഴ്സ് ആയിരുന്നു. 6,082.5 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് 16ാമത്തെ ദിവസമാണ് ഇന്നലെയും ബൈയിങ് നടത്തിയിട്ടുള്ളത്. 6,764.6 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും RBI റേറ്റ് കട്ട് ചെയ്യുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് കിട്ടുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ ഇറക്കിയിരിക്കുന്നത്. SME IPOs നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള 2 SME IPOs ഇന്ന് ക്ലോസ് ചെയ്യാണ്. പട്ടേൽ കം സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് 19.25 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ് ഇന്നലെ വരെ. ശ്രീ റെഫ്രിജറേഷൻ ലിമിറ്റഡ് 20.62 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ് ഇന്നലെ വരെ. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. IIP ഡാറ്റ ഇന്നലെ വന്നിരുന്നു. ജൂൺ മാസത്തെ 1.5% ആണ്. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇത് നോർമലി മൺസൂൺ സീസണിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മൈനിങ് ഔട്ട്പുട്ട് കുറയും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ കുറയും. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളൊന്നും തന്നെ അല്ല.
അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പാരദീപ് ഫോസ്ഫേറ്റ്സ്, വാരി എനർജീസ്, അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ്, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, അരവിന്ദ് സ്മാർട്ട് സ്പേസസ്, ടോറൻ ഫാർമ, അഡാനി ഗ്രീൻ, ഈ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ളൊരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടേക്കാം. L&T ടെക്നോളജി സർവീസസ് ലിമിറ്റഡിന് 60 മില്യൺ മൾട്ടി ഇയർ ഓർഡർ കിട്ടിയിട്ടുണ്ട് US നിന്ന്. കഴിഞ്ഞ 4 ക്വാർട്ടേഴ്സായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് $50 മില്യൺ വർത്ത് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് L&T ടെക്നോളജി സർവീസസ്. ആംബർ ഗ്രൂപ്പ് 40.24% ഒരു ഇസ്രായേൽ കമ്പനിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റംസ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലുള്ള കമ്പനിയാണ്. ആംബർ എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മാൻ ഇൻഡസ്ട്രീസ് 255 കോടി രൂപ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റിൽ കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. ഇനി സെബിയുടെ പുതിയ സർവേലൻസ് മെക്കാനിസം വരെയാണ് 1000 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ താഴെയുള്ള സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു സർവേലൻസ് മെക്കാനിസം വരികയാണ്. ഇത് മിക്കവാറും ഒരു വൊളാറ്റിലിറ്റീനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഓഹരികളിലുള്ള മൂവ്മെൻറ്റ് കുറയാനുള്ള സാധ്യതകളുണ്ട്. അവർ കോഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിംഗ് തന്നെയാണ്. വൊളാറ്റിലിറ്റി നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ത്യയും US തമ്മിൽ താരിഫ് ഡീൽ അടുത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ത്യയുടെ സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. വളരെ പോസിറ്റീവാണ് ഈ സ്റ്റാൻഡ് ഇന്ത്യനെ സംബന്ധിച്ച്. അതേസമയം അമേരിക്കയുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ താരിഫ് ഡീലെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു ഡിസ്റ്റ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.